ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലാണ് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മുടെ ഇതിൻ്റെ മസാല എല്ലാം വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ സവാള ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ മസാലകൾ ചേർക്കണം, അല്ലെങ്കിൽ കറിക്ക് ഒരു മധുരം വരും. ഇപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉള്ളിക്കൊക്കെ ഒരളവുണ്ട്, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. ഉള്ളിയുടെ അളവൊക്കെ കൂടുമ്പോൾ മസാലയുടെ അളവ് കൂട്ടിയെടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇപ്പോൾ പലതരം മുട്ടക്കറികളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി എന്നൊന്നും എനിക്കിത് പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന കറികളാണ് ഞാൻ എപ്പോഴും ഇടുന്നത്, അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നല്ല പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടക്കറി എന്നൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറികൾ, മുട്ടക്കറി മാത്രമല്ല ഏത് കറികളും കിട്ടും. പക്ഷെ ഞങ്ങളുടെ ഇവിടങ്ങളിൽ ഉണ്ടാക്കുന്ന ഓരോ കറികളാട്ടോ ഞാനിടുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ഇപ്പോൾ നമ്മുടെ കറികൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ മുട്ടക്കറി അല്ലെങ്കിൽ എവിടെയും കിട്ടാത്ത കറികൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ കറികൾ, നാടൻ കറികളും നാടൻ വിശേഷങ്ങളൊക്കെ എനിക്ക് നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്ന് വാടി വന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കേട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയുടെ പൊടിയും കൂടിയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് കുറച്ച് അധികം വേണ്ടവർക്ക് ഇടാം, കാരണം ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ആകുമ്പോഴേ നല്ല ചിലപ്പോൾ എരിവ് വരും. അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ആ പച്ചമണം മാറി വരുമ്പോൾ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലോണം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. 2-3 വിസിൽ, കാരണം ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് വെന്തുടയണം. അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 കോഴിമുട്ട കറിക്ക് എടുത്തിരിക്കുന്നത്. ഇതിൽ കറിക്ക് എത്ര കോഴിമുട്ട എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ അരമുറി നാളികേരം കൂടി അരച്ച് ചേർക്കണം. വെറുതെ വറക്കൊന്നും വേണ്ട, അതിൽ വേറെ ഒരു മസാലയും ചേർക്കണ്ട. വെറുതെ ഒന്ന് നാളികേരം നന്നായി അരച്ചെടുക്കണം. 2 വിസിലടിച്ചെടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അതിൽ കഷ്ണങ്ങളൊക്കെ കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം. ചാറ് നല്ല രുചിയായിരിക്കും കേട്ടോ അങ്ങനെ ഉടച്ച് കൊടുത്താൽ. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കണം. നല്ല എളുപ്പമുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നാളികേരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കാരണം ഉരുളക്കിഴങ്ങ് ഇട്ടതുകൊണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇവിടെ ഞാൻ നാളികേരം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാളികേരത്തിന് പകരം വെറുതെ നാളികേര പാലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് വെള്ളമാക്കണ്ട നമ്മുടെ കറി, കുറച്ച് ആവശ്യത്തിന് കുറുകി ഇരിക്കണം. നല്ല കുറുകിയ ഒരു കറിയാണ് കേട്ടോ. ഇത് കറി തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും, ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് ചേർത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ്. പൂരി, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവ് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി കറിയായിരിക്കും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇന്നത്തെ. കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കറിയും ഒരു പ്രത്യേകത അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മുടെ നാട് പല സ്ഥലങ്ങളിലും ഞാൻ പറയാറുണ്ടല്ലോ, പലതരം കറികളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള കറികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ
നല്ലൊരു കറിയുമായിട്ട് നാളെ കാണാം കേട്ടോ. എളുപ്പത്തിലുള്ളൊരു കറിയായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.